നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും പുറത്താണ്, ദിലീപും പുറത്താണ്. അതായത് ഇവർക്ക് വേണ്ടി വാദിച്ച രാഹുൽ ഈശ്വർ അകത്താണ്. അപ്പോൾ അത്തരത്തിലുള്ള ട്രോളുകളൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഈശ്വർ വീണ്ടും കസ്റ്റഡിയിൽ പോയിരിക്കുകയാണ്. ഈ കേസിൽ നിന്ന് ഊരിപ്പോകാൻ അത്ര പാടാണോ? എന്താണ് തോന്നുന്നത്? ഒരു പാടുമില്ലായിരുന്നു. 11 ദിവസം ആ പാവത്തിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ ഇട്ടേക്കുമാണ്. ശരിക്കും ഇന്ന് കസ്റ്റഡിയിൽ നിന്ന് വിടേണ്ടുന്നതായിരുന്നു. പക്ഷേ പോലീസ് വേണ്ടുന്ന കാര്യങ്ങൾ കോടതിയിൽ അതായത് തെളിവെടുപ്പ് നടത്തിയല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കോടതിയിൽ ഹാജരാക്കാത്തത് കൊണ്ടാണ് വീണ്ടും ജയിലിലേക്ക് തന്നെ പോകുന്നത്. കാരണം കോടതിയിൽ നിന്ന് വേണമല്ലോ പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ. അപ്പം അതിൽ ഒരു ഡിലേ വരുത്തുകയാണ്. ഒരുപക്ഷെ പോലീസും കുറേയൊക്കെ കിടക്കട്ടെ എന്നുള്ളൊരു ഡിലേ വരുത്തി. കാരണം അകത്ത് കിടക്കുന്ന രാഹുലിനേക്കാളും പേടിക്കുന്നത് പുറത്തിറങ്ങുന്ന രാഹുലിൻ്റെ വായാണ്. അത് മൂടപ്പെട്ടില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കും. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം തിങ്കളാഴ്ചയിലേക്കും കോടതിയിലേക്ക് സമർപ്പിക്കും. ഈ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ സമർപ്പിക്കും. ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ കാരണം വെറുതെ വിടേണ്ടുന്ന കേസാണ്. കാരണം ഈ പറഞ്ഞോണം അതിജീവിതയെ ആക്ഷേപിച്ചു എന്നുള്ള തരത്തിലാണ് രാഹുലിനെ പിടിച്ചിട്ടേക്കുന്നത്. പക്ഷേ അതിൽ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒന്നും പറഞ്ഞില്ല. അവരുടേതായ അഭിപ്രായമാണ് ഈ പറഞ്ഞോണം പുറത്ത് വിട്ടത്. ഈ പറഞ്ഞോണം AI ഉപയോഗിച്ചുള്ളൊരു ചെറിയ ചിത്രം മാത്രം. പക്ഷെ അത് പെൺകുട്ടിയുടേതല്ല. അപ്പം പിന്നീട് എന്താണ് എന്നുള്ളത് അറിയില്ല. കാരണം ഇത് നിസ്സാരമായിട്ട് പുറത്തു വരേണ്ടെന്ന കേസാണ് 11 ദിവസമായിട്ട് പാതിനെ പിടിച്ചകത്തിട്ടേക്കുന്നത്. അപ്പം എല്ലാവർക്കും മാധ്യമങ്ങളുടെയൊക്കെ മുമ്പിൽ എപ്പോഴും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി കോമാളിയാണെങ്കിലും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു ഒറ്റയാൾ പോരാളിയെ ഒരുപക്ഷെ ഇന്ന് കേരളം കാണുന്നുണ്ട്. ഈ പുരുഷ മാധ്യമപ്രവർത്തകർ പോലും പക്ഷെ ഉള്ളിൽ ഒരുപക്ഷെ പറയുന്നുണ്ടായിരിക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വാദിക്കാൻ ഒരു വ്യക്തി ഉണ്ടല്ലോ എന്നുള്ളത്. ശരിക്കും നമ്മളുടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ സ്ത്രീ പുരുഷ സമത്വമാണ്, തുല്യതയെന്ന് പറയും. അപ്പോൾ ആ ഒരു തുല്യതയിൽ നിന്നുകൊണ്ട് തന്നെ എപ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് എന്ന് വെച്ച് എപ്പോഴും കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ഈ നിയമവ്യവസ്ഥയിൽ സ്ത്രീപക്ഷത്ത് നിൽക്കുകയാണ്. സ്ത്രീപക്ഷമാണ് നമ്മളെല്ലാവരും സ്ത്രീപക്ഷം. കാരണം കുറച്ചുകൂടെ സ്ത്രീകൾക്ക് മുൻഗണന നൽകണം, അവരെ കുറച്ചുകൂടി സമൂഹത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതി ഉള്ളതുകൊണ്ട് ഒരു സ്ത്രീക്കുണ്ടാകുന്ന എന്ത് അതിക്രമവും അത് ആൺ പെൺ സമത്വത്തോടു കൂടി തന്നെ സ്ത്രീക്ക് തന്നെ നിൽക്കും അല്ലേ. അതുകൊണ്ടെന്നാൽ ഇപ്പോൾ അതിജീവിതമാരോടൊപ്പം തന്നെ എല്ലാവരും നിൽക്കുന്നത്. അത് പുരുഷന്മാരും നിൽക്കുന്നുണ്ട്, സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒക്കെ നിൽക്കുമ്പോഴും നമ്മൾ രണ്ടിടം നോക്കേണ്ടതായിട്ടുണ്ട് ചില കേസുകൾ. ഇപ്പോൾ അപ്രതീക്ഷിത ഇപ്പോൾ ഡൽഹി ബലാത്സംഗ കേസ്, സൗമ്യ കേസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് നടിക്കുണ്ടായ കേസ്, ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് അവിടെ വേറൊന്നും നമുക്ക് മാറ്റി നിർത്താനില്ല. ഇതൊക്കെ സംഭവിച്ച സംഭവങ്ങളാണ്. പക്ഷേ അടിസ്ഥാനരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സംശയങ്ങൾ ഉളവാക്കുന്ന ചില കേസുകളുണ്ട്. പുരുഷന്മാരെ പെടുത്തുന്നതായിട്ടുള്ള സ്ത്രീകളുടെ കേസുകളുണ്ട്. അവിടെയൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം ആവശ്യമാണ്. അവിടെ രണ്ടുപേർക്കും തുല്യനീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഒറ്റയാൾ പോരാണ്. അത് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നു, പുരുഷന്റെ ഭാഗം കൂടെ കേൾക്കണം എന്ന് പറയും. എന്ന് വെച്ചാൽ അദ്ദേഹം സ്ത്രീപക്ഷത്ത് അല്ല എന്നുള്ളതല്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ പറയുന്നത് നീതി, സത്യം എന്നിവയ്ക്ക് അനുകൂലമായിട്ട് തന്നെ വിധി വരണം എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിൽ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ സാധാരണ ജനങ്ങളൊക്കെ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഒരു കോമളയിട്ട് കാണുമ്പോഴും നാളെ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനിടയുണ്ട്. അദ്ദേഹത്തിന്റെ വിജയമാണ് ഈ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ കാണുന്നത്. ദിലീപിന്റെ വിധി വന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2 കേസിലും അറസ്റ്റ് തടയപ്പെട്ടതൊക്കെ രാഹുൽ ഈശ്വറിൻ്റെ വിജയമാണ്. അപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിക്കുന്ന തരത്തിലാണ് വരുന്നത്. അപ്പം അതിൽ എത്ര കോമാളിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യഗൗരവത്തോടുള്ള അല്ലെങ്കിൽ അദ്ദേഹം അത്ര വലിയ കോമാളിയൊന്നും ഈ പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സംസാര രീതിയാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇത്തരത്തിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം നല്ല പാണ്ഡിത്യമുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന തന്ത്രി കുടുംബത്തിൽപ്പെട്ട നല്ല അറിവുള്ള വ്യക്തി തന്നെയാണ്. അപ്പം നല്ലൊരു ഡിബേറ്ററാണ്. അപ്പം ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അമിത ആവേശമൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനൊരു ചിലയിടത്തൊക്കെ നെഗറ്റീവ്, എന്നാലും അദ്ദേഹത്തിന് ആരാധകർ ഒരുപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളൊക്കെ നോക്കിയാൽ കൃത്യമായിട്ട് അറിയും രാഹുൽ ഈശ്വർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഇന്നലെയും നാളെ അദ്ദേഹത്തിനെ നമ്മുടെ മലയാളികൾ അംഗീകരിക്കുന്ന ഒരു കാലം വരും. അതിൻ്റെ ഒരു പകുതിയിൽ എത്തി നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ ദിലീപിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും അവൾക്കൊപ്പം തന്നെയാണ് നമ്മൾ.
പക്ഷെ അതിനപ്പുറം ഇതിന്റെ ഗൂഢാലോചനയുടെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം. ദിലീപ് അല്ലെങ്കിൽ ആര് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ രാഹുൽ ഈശ്വർ അടക്കം പറയുന്നത് ദിലീപ് അല്ല, ദിലീപ് തെറ്റുകാരനല്ല എന്ന് പറയുമ്പോൾ അതിന്റെ ആരെന്ന് കണ്ടെത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ നിയമത്തിന്റെ, നമ്മുടെ സർക്കാരിനും നമ്മുടെ നീതിപീഠത്തിനും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ആരെന്ന് കണ്ടെത്തി ആ നടിക്ക് അല്ലെങ്കിൽ ആ അതിജീവിതയ്ക്ക് പൂർണ്ണമായ നീതി ഏൽക്കൊള്ളു. ഇന്ന് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ അവരെ ആ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചവരാണ്. പക്ഷെ ഇതിന്റെ ബ്രെയിൻ, മാസ്റ്റർ ബ്രെയിൻ, പ്രധാന ക്രിമിനൽ അത് ആരാണെന്ന് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. കാരണം ഇതൊരു ഗൂഢാലോചന തന്നെയാണ്. അത് പക്ക കറക്റ്റായിട്ടുള്ള, അല്ലാതെ ഈ പൾസർ സുനിക്ക് നടിയോട് പ്രത്യേകിച്ച് വൈരാഗ്യം തോന്നേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതാരാന്ന് കണ്ടെത്തണം. അവിടെ ദിലീപ് എന്ന് എല്ലാവരും ഒരാളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അതല്ലാതെ പൾസർ സുനിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒന്നുകൂടി ഈ പറയുന്ന കേസ് റീതിങ്ക് ചെയ്ത് ഒന്നും കൂടെ അന്വേഷണം നടത്തേണ്ടുന്നതായിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യം മുതൽ ദിലീപിലേക്ക് പോയപ്പോഴത്തേക്കും ഇനി മറ്റാരെങ്കിലും യഥാർത്ഥ പ്രതി ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റാതായിപ്പോയി, തെളിവുകൾ അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് ദിലീപ് തെറ്റുകാരനല്ല, തിരിച്ചു വരുമെന്നുള്ളത്. അപ്പോൾ അത് ഇതായി കഴിഞ്ഞു. കാരണം ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലൊന്നും ഒരാൾ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതെന്ത് തന്നെ ആയിക്കോട്ടെ, അതിനിപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നു, സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ദിലീപാണ് തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും അവൾക്കൊപ്പം തന്നെയാണ്. ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കണം. അത് ദിലീപ് എന്നല്ല, ആരാണെങ്കിലും ഇത് കണ്ടെത്തി ഇതിന് തക്ക ശിക്ഷ നൽകണം. കാരണം ഇത് ഒരുപക്ഷെ നമ്മുടെ രാജ്യം മുഴുവനും നോക്കിയിരുന്ന ഒരു കേസിന്റെ വിചാരണ 8.5 വർഷം നീണ്ട ഒരു കേസാണ്. ഇനി അവൾക്ക്, ഞാനും പറയുന്നില്ല പൂർണ്ണമായി നീതി കിട്ടിയെന്ന്, കാരണം ഇതിന്റെ ഗൂഢാലോചനയുടെ പിന്നിൽ ആരാണെന്ന് ഇതുവരെ കണ്ടെത്തില്ല. അതുകൂടെ ആയാലും ഈ കേസിനൊരു പൂർണ്ണത വരും. അത് ദിലീപ് അല്ലെങ്കിൽ മറ്റാര്, ദിലീപ് ആണെന്ന് ഞാൻ പറയുന്നത്. കാരണം ഈ പറയുന്നതുകൊണ്ട് ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തി 8.5 കൊല്ലം അനുഭവിച്ച വേദനയൊന്ന് ആലോചിച്ച് നോക്കും. മാനസികമായിട്ട്, ശാരീരികമായിട്ട് ലോകമെല്ലാം അദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞില്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ അനുഭവിച്ച ഒരു വേദന ആലോചിച്ച് നോക്കും. അപ്പോൾ അത് കണ്ടെത്തണം. കാരണം ഇത് 2 പേര് ഇരകളാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് പോയെ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി ദിലീപ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹൈക്കോടതി, സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ അതെ, നമ്മുടെ വിഷയം രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ അന്ന് ദിലീപിന് വേണ്ടി വാദിച്ചു. ഇപ്പോൾ രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ചു. അദ്ദേഹം വാദിച്ചത് ഈ പറയുന്നോണം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധം എങ്ങനെയാണ് പീഡനം, അത് ന്യായമാണ്. എല്ലാ ജനങ്ങളും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് വൈരുദ്ധ്യത? ഇപ്പം രണ്ടാമത്തെ കേസ് ഫയൽ ചെയ്തല്ലോ, തെളിവുകൾ വീക്കായിട്ട് ആയതുകൊണ്ടല്ലേ ജാമ്യം കിട്ടിയത്. കാരണം ഇത് കൊടുത്തിരിക്കുന്ന ആ സെഷൻസ് കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിധിപ്പകർപ്പിൽ പലതും വൈരുദ്ധ്യങ്ങളാണ് കാണിക്കുന്നത്. ഈ വൈരുദ്ധ്യങ്ങളുള്ള ഇതുള്ളത് കൊണ്ടാണ്, ആ തെളിവുകൾ വീക്കായതുകൊണ്ടാണ് ഇന്നലെ രാഹുലിന് രണ്ടാമത്തെ ഇതിൽ ജാമ്യം കിട്ടി. ഇനിയിപ്പോൾ അടുത്ത ഓർണം കൂടെ വരാനിരിക്കുന്നെന്ന് പറയുന്നത് കേട്ട്. ആദ്യത്തെ കേസിൽ അതേപോലെ തന്നെ ഉഭയകക്ഷി സമ്മതപ്രകാരം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ആദ്യത്തെ സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടിയ ഹൈക്കോടതി അറസ്റ്റ് തടയാൻ കാരണം എന്താണ്? ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ചെയ്തതാണ് എന്ന് രാഹുൽ അവിടെ പറഞ്ഞതുകൊണ്ടാണ്. അവിടെ ഒരു ബലാത്സംഗം വരുന്നില്ല. അപ്പം ഇനി അടുത്ത് ഇപ്പം ജോബി ജോസഫ് പറഞ്ഞിരിക്കുന്ന ആ മെഡിസിൻ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ തൂങ്ങാൻ കടന്നത്. പക്ഷെ അതിന്റെ തെളിവുകൾ ഇതാ ഇപ്പം പുറത്തു വരുന്നു. ജോബി ജോസഫ് പറഞ്ഞിരിക്കുന്ന ആ പെൺകുട്ടി അയച്ച മെസ്സേജുകൾ അടക്കം ഇപ്പം കോടതിയിൽ കൊടുക്കാൻ പോവുക. അപ്പൊ അവിടെ ആരാണ് പ്രതിക്കൂട്ടിലാവുന്ന? ഈ പെൺകുട്ടിയായിരിക്കും. കാരണം ഗർഭചിത്രം ആ പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരം നടത്തി എന്നുള്ള തെളിവുകൾ കൊടുത്തു കഴിഞ്ഞാൽ രാഹുൽ പെടുവോ? ഇല്ല. പക്ഷെ ഇതൊന്നും നല്ല നേതാവിന് ചേർന്ന പണിയല്ല. പക്ഷെ ഇവിടെ തെളിവുകളാണ് ആധാരം. ആര് തെറ്റ് ചെയ്തു? അല്ലാതെ ഇപ്പൊ രാഹുൽ അങ്ങ് ക്രിമിനൽ ഇതാണ്, ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് മുറിയിലോട്ട് കൊണ്ടുവന്നിട്ട് അങ്ങ് റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത് നമുക്ക് അത് ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല. ചതിച്ചു എന്ന് പറയാനും പറ്റില്ല. ആദ്യത്തെ വിവാഹിതയാണ്, പിന്നെ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം കൊടുത്ത് ചതിച്ചു എന്ന് പറയുന്നത്? അതും പറ്റില്ല. പക്ഷെ രണ്ടാമത്തെ ചിലപ്പം അങ്ങനെ ആവാൻ സാധ്യതയാണ്. കാരണം ആ പെൺകുട്ടി വിവാഹം കഴിച്ചാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് വിവാഹിതയാണ് എന്ന് ശരിക്കും മലയാളികളുടെ ഇടയിലേക്ക് ആദ്യം രാഹുൽ ഈശ്വർ പറഞ്ഞു. അവിടെ മുതൽ രാഹുൽ ഈശ്വറിനെ വേട്ടയാടാൻ തുടങ്ങി. കാരണം അത് മാധ്യമങ്ങൾ, ഒരുപക്ഷെ സർക്കാരൊക്കെ കാരണം ഇനി പുറത്ത് കിടക്കുന്ന രാഹുൽ ഈശ്വർ പലതുമൊക്കെ വെളിച്ചത്ത് വെച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിനെ ആകെപ്പാടെ ഇത് മുക്കി വെച്ചേക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ശബരിമല വിഷയം അടക്കം ഇപ്പം പിണറായി സർക്കാർ മുക്കി വെച്ചേക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. അപ്പം രാഹുൽ ഈശ്വർ വെളിയിൽ കിടന്ന ഭയങ്കര വിഷമാണ്. ഇത് വായൊന്ന് പൂട്ടിയിട്ടെങ്കിലേ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ പൂട്ടിയിടാൻ വേണ്ടിയിട്ട് ആ പാവത്തിന് 11 ദിവസം കൊണ്ടൊന്ന് ഇട്ടേക്കും. ഇനി തീർച്ചയായിട്ടും തിങ്കളാഴ്ച ഈ സത്യം പറഞ്ഞാൽ ശരിയ ഒരു ജാമ്യ വ്യവസ്ഥയിൽ വിടാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളൂ. 11 ദിവസം അനുഭവിക്കുകയാണ്. പക്ഷെ എന്ന് തന്നെയല്ല അദ്ദേഹം ഈ അനുഭവിച്ചതിന് തീർച്ചയായിട്ടും പുറത്തു വരുന്ന രാഹുൽ ഈശ്വർ ഇന്നലെയും പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ്, ദിലീപിനോടൊപ്പമാണ് എന്ന് പറഞ്ഞ രാഹുൽ ഈശ്വർ ഇനി തിരിച്ചു വരുമ്പോൾ നല്ല രീതിയിൽ പ്രതികരിക്കും. ഇതിൻ്റെയൊക്കെ ഒരു അവലോകനങ്ങളും ഒക്കെ കൃത്യമായിട്ട് കാണാം. അപ്പം മാത്രമല്ല ഇനിയും ഇത്തരത്തിൽ എനിക്ക് രാഹുൽ ഈശ്വറിൻ്റെ എല്ലാ പോരാട്ടങ്ങളോടും ഞാൻ കൂടിയിരിക്കത്തില്ല. കാരണം ചിലതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അദ്ദേഹം ചില
കാര്യങ്ങൾ പറയുന്നതിനോടൊന്നും ഞാൻ, പക്ഷേ ചില കാര്യങ്ങളോട് നമുക്കുള്ള സംശയങ്ങൾ അദ്ദേഹം ചോദിക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്ന്. ഇതിപ്പോൾ ഈ പറഞ്ഞോണം മാധ്യമങ്ങളിൽ ഇരുന്ന് ഘോരഘോരം അവൾക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന പുരുഷന്മാർ പോലും ചിന്തിക്കും ഇതിങ്ങനെയാണോ. സ്വാഭാവികം, അത് അഭിപ്രായ സ്വാതന്ത്ര്യം, നമ്മളുടെ സംശയങ്ങളും ദൂരീകരിക്കണമല്ലോ. ഒരു ഭാഗത്തു നിന്ന് മാത്രം നമ്മൾ എപ്പോഴും സ്ത്രീപക്ഷത്ത് നിന്ന് മാത്രം അല്ലല്ലോ സംസാരിക്കും. ഇപ്പുറത്ത് തെറ്റുകളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്ത്, അതാണല്ലോ കോടതിയും പറയുന്നത്, വിചാരണ രണ്ടിടത്തും വേണമെന്നുള്ളത്, രണ്ടുപേരുടെയും മൊഴികൾ എടുക്കണമെന്നുള്ളത്. ഒരാളുടെ മാത്രമല്ലല്ലോ എടുക്കുന്നത്. ഇപ്പം നാളെ ഈ പറയുന്നത് പോലെ ദീപ പറയുന്നത് എനിക്ക് 2 ആമക്കളുണ്ട്, എൻ്റെ മക്കളുടെ നേരെ മറ്റൊരു പെൺകുട്ടി, അല്ലെങ്കിൽ പോട്ടെ, ഇപ്പം എൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരൻ, അല്ലെങ്കിൽ അനിതയുടെ അച്ഛൻ, സഹോദരൻ, ഭർത്താവ് വേറെ പെൺകുട്ടി വന്ന് പറയാണ് ഞങ്ങൾ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനും ലോജിക്ക് വേണമല്ലോ, അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനമാണ്. അപ്പം അത് നാളെ ഈ പറയുന്ന പുരുഷന്മാർ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതേ. കഴിഞ്ഞ കാലത്തെ റെക്കോർഡൊക്കെ എടുത്ത് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്തേക്കുന്ന പുരുഷന്മാരാണ്. മാത്രമല്ല ഈ കേസുകൾ തന്നെ ഇപ്പം മക്കളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുറേ കേസുകളൊക്കെ ഈ സ്ത്രീകൾ കൊടുക്കാറുണ്ട്. മാത്രമല്ല സ്ത്രീകളെ പീഡിപ്പിച്ചു. അപ്പം 1000 കേസെടുത്താൽ 900, അതായത് 98% കള്ളത്തരമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ വരുമ്പോൾ യഥാർത്ഥ നീതി കിട്ടേണ്ടുന്നവർക്ക് നീതി കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ യഥാർത്ഥ നീതി കിട്ടേണ്ടുന്നവർക്ക് കിട്ടാതെ പോകുന്നു ഇത്തരത്തിലുള്ള കേസുകൾ വരും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് വിചാരണ നടത്തണം. കാരണം ആരുടെ ഭാഗത്ത് ശരി തെറ്റ് എന്നുള്ള മനസ്സിലാക്കി വേണം ഇത് ചെയ്യാൻ. ഏതായാലും രാഹുൽ ഈശ്വറിൻ്റെ പോരാട്ടത്തിൽ രാഹുൽ ഈശ്വരൻ ശരിക്കും പറഞ്ഞാൽ ജയിച്ചിരിക്കണം. പക്ഷെ അതൊന്നും ആസ്വദിക്കാനോ കാണാനും പുറത്ത് രാഹുൽ ഈശ്വറിന് കഴിയുന്നില്ല. ഇപ്പോൾ ഏറ്റവും എന്നും ഡിബേറ്റിങ്ങിൽ രാഹുൽ ഈശ്വർ ഇരിക്കേണ്ടുന്നതാണ് പ്രധാന വ്യക്തിയായിട്ട്. പക്ഷേ അന്നൊക്കെ പുച്ഛിച്ചവരുടെ മുന്നിൽ ഇപ്പം ദിലീപിൻ്റെ വിഷയത്തിൽ ഒരുപാട് രാഹുൽ ഈശ്വർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ. പക്ഷെ അവിടെയൊക്കെ തല ഉയർത്തി നിന്ന് ഒരുപക്ഷെ സംസാരിക്കാൻ പറ്റുന്ന ഈ മാധ്യമപ്രവർത്തകരുടെ ഇടയിലേക്ക് പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ പോത്തുറങ്കിൽ അടച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. ഈ പറയുന്ന അകത്തിട്ടേക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം പുറത്തിറങ്ങിയാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഇറങ്ങും. പക്ഷെ ഒരു ഒറ്റയാൾ പോരാളിയായിട്ട് തന്നെ നമുക്ക് രാഹുൽ ഈശ്വറിനെ കാണാം. എത്ര കോമാളിയായിട്ട് ഒരു വിഭാഗം ചിത്രീകരിച്ചാലും ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ അങ്ങനെ ഒരാളെ കോമാളിയാക്കുക. സ്ത്രീപക്ഷത്തും നമുക്ക് നിൽക്കാം, അവൾക്കൊപ്പം തന്നെ നിൽക്കാം, അതിജീവിതമാർക്കൊപ്പം തന്നെ നമുക്ക് നിൽക്കാം. പക്ഷേ ഇപ്പുറത്ത് മറുപക്ഷത്തും എന്തെങ്കിലുമൊക്കെ ന്യായങ്ങളും നീതി ഉണ്ടെങ്കിൽ അത് കാണാതെ പോകരുത്. അതാണ് നീതി ദേവത എന്തുകൊണ്ടാണ് കണ്ണുമൂടിക്കെട്ട്. അവിടെ ചെല്ലുമ്പം എല്ലാം തുല്യമായിട്ടാണ്. അവർക്ക് ഇന്ന ആളെന്നോ രാഹുൽ മാങ്കൂട്ട MLA ആണെന്നോ ദിലീപ് വലിയ നടനാണെന്നോ എന്നൊന്നുമില്ല. അവിടെ നോക്കേണ്ടുന്ന തെളിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന എന്താണ് അതിൻ്റെ ആ ഒരു കൃത്യം നടന്നതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് വേണ്ടുന്നത്. അതിൻ്റെ മുന്നിലാണ് ഒരു ജഡ്ജി വിധി എഴുതുന്നത്. അപ്പോൾ ആ വിധിയാണ് ഒരുപക്ഷെ ദിലീപിൻ്റെ കാര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയിപ്പോൾ വിചാരണ കോടതിയിലേക്ക് പോകും. വർഷങ്ങൾ ഈ പറയുന്നത് പോലെ കേസ് വിചാരണ ചെയ്തിട്ട് ഒരു വിധി വരും. അപ്പോൾ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൻ്റെ അഭാവങ്ങളൊക്കെ ഇപ്പോഴേ ജാമ്യം പോലും നിഷേധിച്ച അഭാവത്തിലാണ് ഈ കേസ് പോകുമ്പോൾ ഏത് രീതിയിലാകും എന്നുള്ളത് അറിയില്ല. അപ്പോൾ വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെൺകുട്ടിക്കൊപ്പം തന്നെ നീതി കൃത്യമായിട്ട് വരും. ഞാൻ പറയുന്നത് ഈ പറയുന്നത് പോലെ ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരാളോടൊപ്പം പോയി ഈ പറയുന്ന ജീവിതം പങ്കിട്ടതിന് ശേഷം പിന്നെ ആ വ്യക്തിയെ ഹനിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ അതല്ല ഈ പറഞ്ഞുകൊണ്ട് വിവാഹ വാഗ്ദാനമൊക്കെ നൽകി ഒരു പെണ്ണിനെ ചൂഷണം ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ നൽകണം. മാത്രമല്ല ബലാത്സംഗമാണെങ്കിൽ അതിന് തക്ക ശിക്ഷ നൽകണം. വെളിയിലോട്ട് വരികയേ ചെയ്യരുത്. പിന്നെ അല്ലാതെ ഇഷ്ടപ്രകാരമൊക്കെ നടത്തിയതിന് ശേഷം ഒരാളിനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റാരുടെയെങ്കിലുമൊക്കെ പ്രേരണയിലൊക്കെ നടത്തിയതാണെങ്കിൽ അത് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അത് കൃത്യമായിട്ട് നമുക്ക് എന്തായാലും വിചാരണ വേളയിലേക്ക് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കലും ന്യായീകരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. കാരണം രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ കാണിക്കരുത്. എന്നാൽ ചോദിക്കുക അപ്പുറത്തില്ലേ നാട്ടെ PT കുഞ്ഞു മുഹമ്മദിൻ്റെ കാര്യത്തിൽ 12 ദിവസമായിട്ട് മൊഴിയെടുപ്പ് നടന്നില്ല. അവർ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. അവർക്ക് വേറെ നീതി, കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിന് വേറെ നീതി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാവർക്കും തുല്യ നീതി തന്നെയാണ്. പിന്നെ മുഖ്യമന്ത്രി ഇന്ന് ശ്രീലമ്പടൻ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കസേരയുടെ തൊട്ടിപ്പുറത്തും വലുതും റൈറ്റും ഒക്കെ ആൾക്കാർ ഇരിക്കുന്ന പിന്നെ അതെന്തൊരു വിറ്റ. അപ്പോൾ അതുകൊണ്ട് ഈ CPM-ഓ പിണറായി സർക്കാരോ രാഹുലിൻ്റെ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നതെന്നല്ലേ അവർ കുറേ കൂടി നാർത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ നീതിയുക്തമായിട്ടുള്ളൊരു തീരുമാനം. രാഹുൽ ഈശ്വർ പറയുന്ന ചില കാര്യങ്ങളോട് നമുക്ക് യോജിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും പുറത്തിറങ്ങുന്ന രാഹുൽ ഈശ്വറിൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ ഒരുപക്ഷെ മലയാളികൾക്ക് എത്തിയിരിക്കുമായിരിക്കും. ഈ പറയുന്നത് പോലെ രാഹുൽ ഈശ്വർ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നുള്ള അറിയില്ല. ഇനി എന്തൊക്കെ പുറത്തു വിടുമെന്നുള്ളത് അറിയില്ല. എന്തൊക്കെ രാഹുൽ ഈശ്വറിന് പറയാനുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്.
അപ്പോൾ എന്തായാലും രാഹുൽ ഈശ്വർ പുറത്ത് വരട്ടെ, പറയാനുള്ളതൊക്കെ പറയട്ടെ. നമ്മളും കാത്തിരിക്കുകയാണ് എന്താണ് ഇനി രാഹുലിന് പറയാനുള്ളത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലിച്ച് ഇനിയും വീഡിയോ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ ജയിൽവാസത്തിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് തന്നെ വലിയ നേരത്തേക്കാളും ആഞ്ഞടിക്കുമോ, ഒരു തീനാളമായിട്ടാണോ രാഹുൽ വരാൻ പോകുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണാം.